ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 5G വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിലവിൽ നമുക്ക് അതിൻ്റെ ഓയിൽ തീർന്നു പോയിട്ട് സിലിണ്ടർ പിസ്റ്റൺ പിടിച്ച് വന്നിരുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മളത് അഴിച്ച് ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളതിൻ്റെ എൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് കൊണ്ട് നീറ്റായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്ന ബാറ്ററി ബോക്സിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അതിൻ്റെ മാറ്റിയേക്കുന്ന പാർട്സ് എന്നൊക്കെ പറഞ്ഞാൽ സിലിണ്ടർ കിറ്റ് നമുക്ക് മാറ്റിയാണ്. സിലിണ്ടർ കിറ്റേപ്പടി മാറ്റിയിട്ടുണ്ട്. സിലിണ്ടർ പിസ്റ്റൺ റിങ്സ് അടക്കുന്ന കിറ്റ്, അതേപോലെ വാൽവ് കിറ്റ് കാര്യങ്ങൾ മാറ്റി റീസെറ്റ് ചെയ്ത് വാൽവ് സീറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ എയർ ഫിൽറ്റർ, കാർബറേറ്റർ ക്ലീനിങ്, പ്ലഗ് തുടങ്ങിയിട്ട് അതിനോടനുബന്ധിച്ച് വരുന്ന വർക്കുകളാണ് ചെയ്തേക്കുന്നത്. പിന്നെ ജനറൽ സർവീസായിട്ട് ചെയ്തിട്ടുണ്ട്. കാർബറേറ്റർ ക്ലീനർ അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പെട്രോളിൻ്റെ പൈപ്പ് ഒരെണ്ണം ചേഞ്ച് ചെയ്തിട്ടുണ്ട്, വാട്ടർ സർവീസ്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. എൻജിൻ ഓയിൽ നമ്മൾ ഓയിൽ ചേഞ്ച് വരാമെന്ന് പറഞ്ഞാൽ ഓരോ 3000 കിലോമീറ്ററിലാണ് നമ്മൾ ചെയ്തു പോകേണ്ടത്. അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓയിൽ ചേഞ്ചിൻ്റെ ടൈമിംഗ് ഒക്കെ മാറിപ്പോകണമെന്നാണ് ഈ കംപ്ലയിൻറ്റ് വരാനുള്ള കാരണം. ഇപ്പം നമ്മൾ 49,900 ചെയ്തേക്കണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്ലസ് 3000 കിലോമീറ്ററാണ് അടുത്ത ഓയിൽ ചേഞ്ച് വരാം. അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ 4 മാസം കൂടുമ്പോഴാണ് പീരിയോഡിക് സർവീസ് വരാം. അറ്റ്ലീസ്റ്റ് തീരെ ഓട്ടം കുറവാണെങ്കിൽ മാത്രം 4 മാസം എന്നുള്ളത് ഒരു 6 മാസത്തേക്കുള്ള ഒരു കാരണവശാലും ഓടിക്കാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ CVT ക്ലച്ച് തുടങ്ങിയിട്ട് ഒട്ടുമുക്കിയ പാർട്സുകൾ നമ്മൾ അഴിച്ച് റിപ്പയർ ചെയ്ത് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യേണ്ട പാർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധ കുറയുന്നതിനനുസരിച്ചിട്ട് പ്രോബ്ലംസ് വീണ്ടും വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കറക്റ്റായിട്ട് സർവീസ് കാര്യങ്ങൾ ചെയ്യുക, കൃത്യമായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റുകൾ ഇല്ലാതെ നമുക്ക് വണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ മാറ്റിയേക്കുന്ന പാർട്സുകളൊക്കെ ഇതാണ്. നിലവിൽ വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബോഡി സെറ്റ് ചെയ്യാനുണ്ട്, ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ നടത്താനുള്ളൂ. ബില്ലായി കഴിയുമ്പോഴത്തേക്കും ഓഫീസിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ.